ഹൈന്ദവ ക്ഷേത്രത്തിൽ പാടിയ ഒരു ഗാനത്തെ കുന്തിരിക്കവുമായി ചേർത്ത് പരിഹസിക്കുന്നവർ ഓർക്കുക. ചിക്കൻ മസാലയുമായി ഇതിനെ ചേർത്ത് പറയുന്നവർ മനസ്സിലാക്കുക. ചിക്കൻ കഴിക്കാത്ത ബ്രാഹ്മണായിരുന്നു യുസ്തോസ് യോസഫ്. ഏറെ വിവാദമായ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഗാനത്തെക്കുറിച്ച് ശ്രീ മാത്യു ചെമ്പുകണ്ടത്തിന്റെ വിലയിരുത്തലാണിത്. കണ്ടെത്തലുകളും കുന്തിരിക്കം ഭജൻസിൽ കുന്തിരിക്കം പുകയില്ല എന്നതാണ് ശീർഷകം. നന്ദഗോവിന്ദം ഭജൻസ് ഹിന്ദു ഭക്ത ഗായക സംഘം ഒരു അമ്പലത്തിൽ സംഘടിപ്പിച്ച ഭജനയിൽ പാടിയ ഈ പരദേവനഹോ നമുക്ക് എന്ന അതിപുരാതനമായ ഒരു ഗാനം ഇന്ന് വളരെ വിവാദമായിരിക്കുകയാണ്. ക്രൈസ്തവ ഗാനം എന്ന് പറയപ്പെടുന്ന ഈ ഗാനം എത്രമേൽ ക്രൈസ്തവികമാണ് എന്നാരെങ്കിലും പരിശോധിച്ചോ? അക്കാര്യം ഒന്നും പരിശോധിക്കാതെയാണ് ഈ ഗാനം ഇന്ന് വിവാദമായിരിക്കുന്നത്. ഈ ഗാനത്തെക്കുറിച്ചോ ഇതിലെ കാവ്യബിംബങ്ങളിൽ ക്രൈസ്തവ ദർശനങ്ങൾ എത്രമേലുണ്ടെന്നോ പരിശോധിക്കാതെ ഇതിനെ കുന്തിരിക്കം ഭജൻസ് എന്ന് വിളിച്ചുകൊണ്ട് ഈ ഗാനത്തിന് പിന്നിൽ എന്തോ വലിയ ക്രൈസ്തവ അജണ്ട ഒളിച്ചു കടത്തുന്നു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. സാധാരണഗതിയിൽ ബൈബിളിലെ സങ്കീർത്തനങ്ങളെ ആസ്പദമാക്കി രചിക്കപ്പെടുന്ന ഗാനങ്ങൾ ക്രൈസ്തവ ആരാധനകളിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ 68-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി വിദ്വാൻ കുട്ടി എന്ന യുസ്തോസ് യോസഫ് രചിച്ചു എന്ന് പറയപ്പെടുന്ന ഈ കീർത്തനത്തിലെ വരികൾ പരിശോധിച്ചാൽ അതിന്റെ ഭാഷാ ശൈലിയിലും ബിംബകൽപ്പനകളിലും 1% പോലും ക്രിസ്തീയത പ്രകടമാകുന്നില്ല എന്നതാണ് എന്റെ അഭിപ്രായം. ഗാനത്തിന്റെ തുടക്കത്തിൽ തന്നെ പരദേവൻ എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേരളീയ ഹൈന്ദവ പാരമ്പര്യത്തിൽ കുടുംബ പരദേവതയെയോ കുലദൈവത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ പദം ബൈബിളിനെ അടിസ്ഥാനമാക്കി രചിക്കുന്ന ക്രൈസ്തവ ഗാനങ്ങളിൽ തികച്ചും അന്യമാണ് എന്നതോർക്കണം. 2-ാം ചരണത്തിലെ നിൻ കാൽ ചോരയിൽ ചവിട്ടുവാൻ നായ്ക്കളുടെ നാവ് ആസ്വദിപ്പാനും തുടങ്ങിയ വരികൾ ഏതോ ഉഗ്രമൂർത്തികളെയോ മറ്റു യുദ്ധദേവതകളെയോ ആണ് ഓർമ്മിപ്പിക്കുന്നത്. സമാധാനത്തിന്റെ രാജാവും ഉറവിടവുമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സ്തുതികളിൽ ഇത്രയും രൗദ്രമായ ശൈലികൾ കടന്നു വരുന്നു എന്നത് തികച്ചും അസ്വാഭാവികമാണ്. ശത്രുക്കളുടെ തല തകർക്കുന്ന ദൈവസങ്കല്പം യഹൂദ സങ്കല്പത്തിലുണ്ട് എങ്കിലും ക്രൈസ്തവർ ഈ ആശയം സ്വീകരിക്കാറില്ല. ഗാനത്തിൽ പറയുന്ന ബാശാൻ ദേശം, ബെന്യമീൻ പ്രഭുക്കൾ, യുദ്ധജന പ്രഭുക്കൾ എന്നിവയെല്ലാം യഹൂദ ചരിത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിനെയോ ക്രിസ്തീയമായ സഭയെയോ കുറിച്ചുള്ള പരാമർശങ്ങൾ യാതൊന്നുമില്ല. ക്രൈസ്തവ വിശ്വാസത്തിന് തീർത്തും അന്യവും അപ്രസക്തവുമാണ് ഈ പദപ്രയോഗങ്ങൾ. ഒരു പഴയ നിയമ ചരിത്ര വിവരണത്തിനപ്പുറം ഇതിൽ ക്രൈസ്തവ മൂല്യങ്ങൾ കാണാൻ പ്രയാസമാണ്. ഗാനത്തിന്റെ 6-ാം ചരണത്തിൽ മാത്രമാണ് യേശുവിന് ജയം എന്ന വരി കടന്നു വരുന്നത്. എന്നാൽ ഇത് ഗാനത്തിന്റെ ഇതിവൃത്തവുമായി ഒരു ബന്ധവുമില്ലാതെ അവസാനം ആരോ നിർബന്ധിച്ചെഴുതിച്ചതോ പിന്നീട് ആരോ ഇത് എഴുതി ചേർത്തതോ ആണെന്ന് തോന്നുന്നു. അതുവരെ പാടിക്കൊണ്ടുവന്ന പരദേവനും ജഗൽപതിയും യേശുവാണ് എന്ന് ഒരു സാക്ഷ്യം നൽകുവാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഈ വരിയാണ് ഈ കൃതിയിൽ ആകെ കൂടി കാണുന്ന ക്രൈസ്തവ ബിംബം. ഇത് മൊത്തം കവിതയുടെ 1% മാത്രം പ്രകടമാകുന്ന കാര്യമാണ്. ഈ വരികളില്ലെങ്കിൽ ഈ ഗാനത്തിന് ക്രൈസ്തവ വിശ്വാസവുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ കഴിയില്ല. പുരാതന കാവ്യങ്ങളുടെ ശൈലി കടമെടുത്തുകൊണ്ട് എഴുതപ്പെട്ട ഒരു പഴയ നിയമ കീർത്തനമാണ് ഇത്. ഇതിലെ യഹൂദ ഗോത്രനാമങ്ങളെ മാറ്റി നിർത്തിയാൽ ഇതൊരു ഹൈന്ദവ ഭക്തിഗാനമായി ആരും തെറ്റിദ്ധരിക്കാം. അവസാനത്തെ പാദത്തിൽ വരുന്ന യേശു എന്ന പേര് മാറ്റി നിർത്തിയാൽ ഇതിലൊരു ക്രിസ്തീയ ഗാനത്തിന്റെ യാതൊരു ലക്ഷണവും പ്രകടമല്ല. ചുരുക്കത്തിൽ എന്താണ് കവി കവിതയിൽ ഉദ്ദേശിച്ചത് എന്നതുപോലും ആർക്കും മനസ്സിലാകുന്നില്ല. ആരായിരുന്നു വിദ്വാൻ കുട്ടി എന്ന യുസ്തോസ് യോസഫ്? പാലക്കാട് മഞ്ഞപ്പുറം ഗ്രാമത്തിൽ ബ്രാഹ്മണരായ വെങ്കടേശ്വര ഭാഗവതരുടെയും മീനാക്ഷിയുടെയും മകനായി 1835 സെപ്റ്റംബറിൽ 4-ന് ജനിച്ച രാമയ്യനാണ് പിൽക്കാലത്ത് വിദ്വാൻ കുട്ടി, യുസ്തോസ് യോസഫ്, യുയോ രാസിലൻ എന്നീ പേരുകളിൽ പിന്നീട് അറിയപ്പെട്ടത്. ഈ കുടുംബം മുഴുവൻ CMS മിഷണറിമാരുമായുള്ള ബന്ധത്തിൽ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഭാഗമായി. CMS സഭയിലെ ഒരു പട്ടക്കാരനായി മാറിയ യുസ്തോസ് ജോസഫ് പിന്നീട് സ്വന്തം സഭ സ്ഥാപിച്ചു. യുയേശു സഭ അഥവാ 6 വർഷ സഭ എന്നാണ് ഇതിന്റെ പേര്. 1875 ക്രിസ്തുവിന്റെ 2-ാം വരവ് ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ഈ പ്രവചനത്തിനെ തുടർന്ന് നിരവധി ആളുകൾ തങ്ങളുടെ സ്വത്തുക്കൾ വിറ്റുപെറുക്കി ഇദ്ദേഹത്തോടൊപ്പം ചേർന്നു. എന്നാൽ 1881 പ്രവചനം നടക്കാതെ വന്നതോടെ ഈ കൾട്ട് പ്രസ്ഥാനം തകരുകയും അദ്ദേഹം ഒറ്റപ്പെടുകയും ചെയ്തു. ഇതിനെയാണ് ചരിത്രം 6 വർഷ സഭ എന്ന് വിളിക്കുന്നത്. പ്രവചനം പരാജയപ്പെട്ടതിനെ തുടർന്ന് സാമൂഹികമായി ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അദ്ദേഹത്തിന് അവസാന കാലഘട്ടം. ഈ കാലത്ത് എന്നോ ആയിരിക്കാം അദ്ദേഹം ഈ ഗാനം എഴുതിയത് എന്ന് സംശയിക്കുന്നവരുമുണ്ട്. 1887 അദ്ദേഹം അന്തരിച്ചു. ഏതായാലും ഈ ഗാനത്തെ കുന്തിരിക്കവുമായി ചേർത്ത് പരിഹസിക്കുന്നവർ ഓർക്കുക, യുസ്തോസ് യോസഫ് കുന്തിരിക്കം പുകയുന്ന സഭയുടെ ഭാഗമായിരുന്നില്ല. ചിക്കൻ മസാലയുമായി ഇതിനെ ചേർത്ത് പറയുന്നവർ മനസ്സിലാക്കുക, ചിക്കൻ കഴിക്കാത്ത ബ്രാഹ്മണായിരുന്നു യുസ്തോസ് യോസഫ്.